എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാതെ തന്നെ നമ്മളെ ഒരു വ്യക്തി മനസ്സിലാക്കണം എന്ന് വാശി പിടിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി വിഷമിച്ചിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിട്ട് നമ്മുടെ വിഷമം ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അയാൾക്ക് നമ്മുടെ വിഷമം അതേ ഡെപ്തിൽ മനസ്സിലായിക്കൊള്ളണം എന്നൊരു നിർബന്ധവും. അയാൾക്കതൊരു സ്റ്റോറി മാത്രമാണ്. എത്ര വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എങ്കിൽ പോലും അത് ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ടാണ് അവർ കാണുള്ളൂ. അവർ അന്നേരം ഒരു സാധാരണ ഇതൊക്കെ കാണിക്കും. പിന്നീട് അവർ അതിനെപ്പറ്റി ആലോചിച്ച് പുകച്ച് നമ്മളെങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ അവരത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് പല സമയത്തും തെറ്റുന്നത്. നമ്മളൊരാളിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രതികരണം അതായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പം ശരിക്കും മാറ്റേണ്ടത് അവരുടെ പ്രതികരണമാണോ അത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആണോ? അല്ലേ? ശരിക്കും മാറ്റേണ്ടത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഈ ലോകത്ത് ആർക്കും ആരെയും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനോ ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം ആ അതേ സെൻസിൽ മനസ്സിലായിക്കൊള്ളണമെന്നോ ഇല്ല. ചിലവർ മനസ്സിലാവാതെ തന്നെ നമ്മുടെ ആ ഒരു വിഷമത്തിൻ്റെ കൂടെ നിൽക്കും. ചിലവർ നമ്മൾ വിഷമം ഉണ്ടെങ്കിൽ അവർ ആ ഒരു സ്റ്റോറി ജസ്റ്റ് ഒരു സഹതാപം കാണിച്ചു പോവും. ചിലവർ അതുപോലും കാണിക്കില്ല. അവരവരുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം കൂടെ കൂടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ സങ്കടം നമ്മളത് സോൾവ് ചെയ്യാനുള്ള വഴി നോക്കുക. നമ്മളെ ആരെങ്കിലും വന്ന് ആശ്വസിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അവരുടെ സഹതാപ വാക്കുകൾ കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവർ നമ്മളെ മനസ്സിലാക്കിയാലും ഇല്ലേലും ഒന്നും സംഭവിക്കാനില്ല. അവരവരുടെ ബെനിഫിറ്റിനും അവരുടെ ലൈഫിനും വേണ്ടി ജീവിക്കുന്നവരാണ്. അതിൽ അവരെയും കുറ്റപ്പെടുത്താൻ കഴിയുമൊന്നുമില്ല കേട്ടോ. കാരണം അവരുടെ ലൈഫാണല്ലോ അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പം പിന്നൊരു കാര്യം എന്ന് പറയുമ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിട്ടൊരു വിഷമം ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ ആ സെൻസിൽ അത് മനസ്സിലാക്കാതിരുന്ന് പിന്നെ അടുത്ത രീതിയിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചിലപ്പോൾ നമ്മൾ പരാതി പോലും പറയും, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കതൊന്നും മനസ്സിലായില്ലേന്ന്. മനസ്സിലാക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. എന്തിനാണ് നമ്മൾ അതോർത്ത് വിഷമിക്കുന്നത്? അവരെ അവരുടെ ലൈഫിൽ വിടുക. പിന്നെ എല്ലാവരുടെയും അടുത്ത് പോയി സങ്കടം പറയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യവും പറയേണ്ട ആവശ്യമില്ല. ഞാൻ റീസെൻ്റായിട്ട് നമ്മുടെ സിനിമാ താരം അജു വർഗീസിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ നമ്മളെല്ലാവരുടെ അടുത്തും സത്യം പറയേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് തോന്നുവാണ്, നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഫുൾ സ്റ്റോറീസും നമ്മൾ ഒരാളുടെ അടുത്ത് പോയി പറയേണ്ട ഒരു ആവശ്യമില്ല. അവരൊക്കെ ചോദിക്കാം. പക്ഷെ നമ്മളത് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് നമ്മളെപ്പറ്റി ഒരു വിലയിരുത്തലൊക്കെ നടത്താൻ പറ്റും. പക്ഷെ അവർ ആ സെൻസിൽ തന്നെ വിലയിരുത്തണമെന്ന് നിർബന്ധവുമില്ല. എല്ലാ കാര്യം എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. സൂക്ഷിച്ചും കണ്ടൊക്കെ പറയാം, അല്ലേ? അത്രയല്ലേ പറയാനുള്ളൂ അതിൽ. അപ്പോൾ ലൈഫിൽ എപ്പോഴും എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കുക. നമ്മൾ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മളിലേക്ക് ഒതുക്കണമെന്നല്ല പറയേണ്ടത്. പറയേണ്ടത് എവിടെയാണെന്ന് എന്നുള്ള കൃത്യമായ ഒരു ബോധ്യം നമുക്ക് വേണം. അത് വാല്യൂ തരുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ അടുത്ത് ഷെയർ ചെയ്യാം. പക്ഷെ തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മുടെ സങ്കടങ്ങൾ മാറ്റാനും നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഒരു അടിപൊളി ലൈഫ് ഉണ്ടാവട്ടെ. എപ്പോഴും നമ്മുടെ ലൈഫ് മുന്നോട്ട് നമ്മൾ ചിന്തിക്കുക. ഒരാൾ കാരണവും അല്ലെങ്കിൽ ഒരാളുടെ പ്രതികരണം കാരണവും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കാരണവും ഒരാളുടെ ലൈഫ് ഒരു പോയിന്റിൽ നിന്ന് പോകാതിരിക്കട്ടെ. അത് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും അതിനെല്ലാം നേരിടാനുള്ള ധൈര്യവും കരുത്തും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, അല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കൂ. ബൈ.